Hi all, welcome to I Plus. ഞാൻ അക്ഷര. നമ്മുടെ സീറ്റഡ് എക്സാമിനേഷനും കേട്ട് എക്സാമിനേഷനും ഒക്കെ ഡേറ്റ് വന്നു കഴിഞ്ഞു. എല്ലാവരും നല്ല തകൃതിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. ഇപ്പം നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ ചാനലിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിൻ്റെ പോലെയുള്ള അതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ച് കണ്ടതായിട്ട് നമ്മുടെ സ്റ്റുഡൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, നമ്മുടെ സിലബസ് ലിമിറ്റഡ് ആണ്. അപ്പോൾ അതിനകത്ത് നിന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് ചോദിക്കുന്നത്. ചോദിക്കുമ്പോൾ എന്ത് ചെയ്യും, പുതിയ പുതിയ രീതികളിൽ ചോദിക്കും, അത്രയേ ഉള്ളൂ. കൺസെപ്റ്റിന് മാറ്റമൊന്നും വരില്ല. അപ്പം മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പുതിയ രീതിയിൽ ചോദ്യം ചോദിച്ചാലും ടെൻഷനൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ആൻസർ കണ്ടെത്താനായിട്ട് സാധിക്കും. നമുക്കിന്ന് ഇംഗ്ലീഷ് പെഡഗോജിയിൽ നിന്ന് 5 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. എത്ര ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് കൃത്യമായിട്ട് കണ്ടെത്താൻ സാധിച്ചു എന്ന് കമൻറ്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മദർ ടങ് ബേസ്ഡ് മൾട്ടിലിംഗ്വലിസം അഡ്വക്കേറ്റ്സ് ദാറ്റ്. മദർ ടങ് ബേസ്ഡ് മൾട്ടിലിംഗ്വലിസം. അപ്പോൾ ചിലപ്പോൾ ലാംഗ്വേജ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണെങ്കിൽ ഈ ടേംസ് ഒക്കെ സ്ഥിരമായിട്ട് കേട്ടിട്ടുള്ളതാണ്. പക്ഷേ ലാംഗ്വേജ് ബാക്ക്ഗ്രൗണ്ട് അല്ലാത്തവരുടെ കാര്യം വരുമ്പോഴത്തേക്ക് ചില ടേംസ് ഒക്കെ കേൾക്കുമ്പോൾ എന്താണ്, ഒരു പുതുമ തോന്നും. അപ്പം നമ്മുടെ വീഡിയോസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് ആ ഒരു ബുദ്ധിമുട്ട് തോന്നില്ല. കാര്യം എന്താണ്, നമ്മൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന വാക്കുകൾ കൃത്യമായിട്ട് റിപ്പീറ്റ് ചെയ്ത് തന്നെ വീഡിയോസിൽ പറയാറുണ്ട്. അപ്പോൾ ഈ മൾട്ടിലിംഗ്വലിസവും അതേപോലെ എന്താണ് മദർ ടങ് ബേസ്ഡ് ക്ലാസ്സസും ഒക്കെ സ്ഥിരം പരീക്ഷാ പേപ്പറിൽ ലാംഗ്വേജ് 1 ആൻഡ് ലാംഗ്വേജ് 2 ഏരിയയിൽ ചോദിക്കുന്ന ടേംസ് ആണ്. മൾട്ടിലിംഗ്വലിസം എന്ന് പറയുമ്പോൾ എന്താണ്, 2ലധികം ഭാഷ ഉപയോഗിക്കാനുള്ള ആ ഒരു എബിലിറ്റി. ബൈലിംഗ്വലിസം എന്താണ്, 2 ഭാഷ ഒരേപോലെ കോമ്പിറ്റൻ്റ് ആയിട്ട് ഉപയോഗിക്കാനുള്ള എബിലിറ്റി. മൾട്ടിലിംഗ്വലിസം എങ്ങനെയായിരിക്കണം, മദർ ടങ് ബേസ്ഡ് ആണ്. അത് അഡ്വക്കേറ്റ് ചെയ്യുന്നത് എന്തെന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓൾ ചിൽഡ്രൻ ബിഗിൻ their schooling in English medium and home language. All children study Hindi as their first language. All children begin their schooling in their mother tongue or home language. All children begin their schooling in the language of the state. കേൾക്കുമ്പോഴത്തേക്ക് എന്താണ്, എല്ലാം ഒരുപോലൊക്കെ തോന്നും. ഒന്ന് സിമ്പിളായിട്ട് ചിന്തിച്ച് നോക്കിയാൽ മതി. കാട് കയറി ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. ലാംഗ്വേജ് പെഡഗോജിയിൽ വരുമ്പോൾ വളരെ സിമ്പിളായിട്ട് ചിന്തിക്കാനായിട്ട് ശ്രമിക്കാം. കൂടുതൽ കോംപ്ലക്സ് ആയിട്ട് ചിന്തിക്കുമ്പോഴാണ് ഉത്തരം തെറ്റിപ്പോകുന്നത്. അപ്പോൾ മൾട്ടിലിംഗ്വലിസം എന്ന് പറയുന്നത് നമുക്കറിയാം. അപ്പോൾ ഒരു ക്ലാസ് റൂം വരുമ്പോഴത്തേക്ക് ഒരൊറ്റ ലാംഗ്വേജിൽ മാത്രം, സിംഗിൾ ലാംഗ്വേജ് മാത്രം ഉപയോഗിച്ച് പഠിപ്പിക്കുകയാണെങ്കിൽ അവിടുത്തെ എഫക്റ്റീവ്നെസ് എത്രയായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ടാകും. പിന്നെ മദർ ടങ് മാത്രം വെച്ച് നമുക്ക് പഠിപ്പിക്കാൻ പറ്റത്തില്ല. പിന്നെ എന്താണ് ആവശ്യം, മൾട്ടിലിംഗ്വലിസം വേണം. പക്ഷേ എന്താവശ്യമാണ്, മദർ ടങ്ങിനെ കൂടെ ബേസ് ചെയ്തുകൊണ്ടും. അത് എന്താ ഐഡിയ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. All children begin their schooling in their mother tongue or home language. ഇപ്പോൾ ഹോം ലാംഗ്വേജ് അല്ലെങ്കിൽ മദർ ടങ്ങിൽ നിന്നാണ് എല്ലാ സ്കൂളിങ്ങും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മളെ വീട്ടിലെ മലയാളമാണ് സംസാരിക്കുന്നത്. നമ്മൾ സ്കൂളിലോട്ട് ഒരു കുഞ്ഞ് ചെന്ന് ചേരുന്ന സമയത്തും നേരെ ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും മനസ്സിലാവുമോ? ഇല്ല. മദർ ടങ്ങിലൂടെ, മദർ ടങ് വളരെ ആവശ്യമാണല്ലേ, അതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ മൾട്ടിലിംഗ്വലിസത്തിലേക്ക്, പുതിയ ലാംഗ്വേജ് പഠിക്കുന്നതിലേക്ക് കടക്കുന്നു. അപ്പോൾ പതിയെ പതിയെ എന്താണ്, ആ കുട്ടി ലാംഗ്വേജ് കോമ്പീറ്റൻസി നേടി വരും. അപ്പം മദർ ടങ്ങിൽ വേണം എന്ത് ചെയ്യാനായിട്ട്, മദർ ടങ് അല്ലെങ്കിൽ ഹോം ലാംഗ്വേജിൽ വേണം എന്താ ആരംഭിക്കാനായിട്ട്, സ്കൂളിങ് ആരംഭിക്കാനായിട്ട്. അടുത്ത ചോദ്യം. Mark the incorrect statement among the following regarding test comprehension strategies. കോംപ്രിഹെൻഷൻ എന്ന് പറയുമ്പോൾ അറിയാലോ, നമുക്കൊരു കാര്യം വായിച്ച് മനസ്സിലാക്കി എടുക്കുന്നതിനെ നമ്മൾ കോംപ്രിഹെൻഷൻ എന്ന് പറയും. ഒരു ടെക്സ്റ്റിനെ വായിച്ച് മനസ്സിലാക്കി എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് 4 പോയിൻ്റാണ് തന്നേക്കുന്നത്. 4 പോയിൻ്റ് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. സ്കിമ്മിങ് ഈസ് മോർ ആപ്റ്റ് ഫോർ റിവ്യൂവിങ് വൈൽ സ്കാനിങ് ഹെൽപ്പ് മോർ വിത്ത് ആൻസറിങ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. സ്കിമ്മിങ് എന്ന് പറഞ്ഞ സ്ഥിരം കേൾക്കുന്ന ടേംസ് ആണ്. പറഞ്ഞുകൂടാത്തവർ നോട്ട് ചെയ്ത് വെച്ചോണം കേട്ടോ. അപ്പോൾ സ്കിമ്മിങ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈസ് ആപ്റ്റ് ഫോർ റിവ്യൂയിങ്. ഒരു കാര്യം റിവ്യൂ ചെയ്ത് നോക്കാനായിട്ട്, മൊത്തത്തിലൊരു നോട്ടം നോക്കാനായിട്ടാണ് സ്കിമ്മിങ് ആവശ്യം. വൈൽ സ്കാനിങ് ഹെൽപ്പ് മോർ വിത്ത് ആൻസറിങ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടെത്താനായിട്ടാണ് സ്കാനിങ് ഹെൽപ്പ് ചെയ്യുക. അടുത്ത, ബോത്ത് സ്കിമ്മിങ് ആൻഡ് സ്കാനിങ് ഇൻവോൾവ് റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് ത്രൂ ദ ടെക്സ്റ്റ്. സ്കിമ്മിങ് ആവട്ടെ സ്കാനിങ് ആവട്ടെ, രണ്ടിലും എന്തുണ്ട്, റാപ്പിഡായിട്ടുള്ള ഐ മൂവ്മെൻ്റ് ഉണ്ട്. നമ്മുടെ കണ്ണെന്താണ്, റാപ്പിഡായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം, ശരിയാണോ? തീർച്ചയായിട്ടും ശരിയാണ്. മറ്റ് ഓപ്ഷൻസ്, സ്കിമ്മിങ് ഇൻവോൾവ്സ് ഗോയിങ് ത്രൂ ദ ടെക്സ്റ്റ് റാപ്പിഡ്ലി വൈൽ സ്കാനിങ് ഇൻവോൾവ്സ് ലുക്കിംഗ് ഫോർ സ്പെസിഫിക് ഫാക്ട്. സ്കിമ്മിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റിൽ നമ്മൾ റാപ്പിഡായിട്ട് നോക്കുകയാണ്. എന്നാൽ സ്കാനിങ് എന്ന് പറയുമ്പോൾ എന്താണ്, ലുക്കിംഗ് ഫോർ സ്പെസിഫിക് ഫാക്റ്റുകൾ. പ്രത്യേകിച്ച് എന്താണ്, നമുക്കൊരു കാര്യം എടുത്തറിയണമെന്നുണ്ടെങ്കിൽ അത് നോക്കാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക,
സ്കാനിങ് ഉപയോഗിക്കുക. ശരിയാണോ? തീർച്ചയായിട്ടും ശരിയാണ്. അപ്പം നമുക്ക് ഓൾറെഡി എന്താ ഉത്തരം മനസ്സിലായി കഴിഞ്ഞു. ആ കൂടെ ഒരു സ്റ്റേറ്റ്മെൻറ്റേ തെറ്റുള്ളൂ. എന്താണ് തെറ്റായിട്ട് വരുന്നത്? സ്കിമ്മിങ് ഈസ് മോർ അബൌട്ട് ഇൻ ഡെപ്ത് റീഡിങ് വൈൽ സ്കാനിങ് ഈസ് മോർ ഓഫ് കേഴ്സറി റീഡിങ്. സ്കിമ്മിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ഡെപ്ത് റീഡിങ് ആണ്, ആഴത്തിൽ വായിക്കുന്നതാണ്. അല്ല, നമുക്ക് ഒരു ഐഡിയ, എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യം വേണ്ട, ജനറലായിട്ടുള്ള ഐഡിയ കിട്ടണമെങ്കിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കാം? സ്കിമ്മിങ് ഉപയോഗിക്കാം. ഞാൻ എപ്പോഴും പറഞ്ഞ എക്സാമ്പിളാണ്, റെസ്റ്റോറൻറ്റിൽ മെനു കിട്ടുന്നു. മെനു കിട്ടുമ്പോൾ അവിടെ എന്തൊക്കെയോ ഉണ്ടെന്ന് നമ്മൾ ഓടിച്ചൊന്ന് നോക്കത്തില്ലേ? വെജാണോ നോൺ വെജാണോ ചൈനീസാണോ മൊത്തത്തിൽ നോക്കില്ലേ? അതിനെ നമ്മൾ എന്ത് പറയും? സ്കിമ്മിങ് എന്ന് പറയും. പക്ഷേ സ്കാനിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും എന്താണ് ആ ഒരു കാര്യം, എന്തെങ്കിലും പർട്ടിക്കുലർ കാര്യം കണ്ടുപിടിക്കണം. ഫോർ എക്സാമ്പിൾ, റെസ്റ്റോറൻറ്റ് മെനുവിൽ നിന്ന് ഒരു ചിക്കൻ ബിരിയാണിയുടെ റേറ്റ് എത്രയാണ് എന്ന് നമുക്കത് സ്കാൻ ചെയ്ത് തന്നെ കണ്ടുപിടിക്കണം. ടെലഫോൺ ഡിക്ഷണറിയിൽ നിന്ന്, ഡയറക്ടറിയിൽ നിന്ന് എന്താണ് ടെലിഫോൺ നമ്പർ കണ്ടുപിടിക്കുന്നത്? എന്താണ്? സ്കാനിങ് ആണ്. പിന്നെ നമ്മുടെ മുമ്പിൽ നോട്ടീസ് കിട്ടുമ്പോൾ നമ്മൾ ഓവറോൾ ഐഡിയ നോക്കുന്നത് എന്താണ്? അത് സ്കിമ്മിങ് ആണ്. അതൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പം സ്കാനിങ് കഴ്സറി റീഡിങ് എന്ന് വെച്ചാൽ വെറുതെ വായിച്ച് കളയാന്നുള്ളതാണ്. അതല്ല. അപ്പം നമുക്ക് നാലാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു തെറ്റും. ഇപ്പോൾ സ്ക്രീനിൽ നമ്മുടെ ഓപ്ഷൻസ് രണ്ടായിട്ട് കിടന്നുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഉത്തരം എന്താണ് ഡയറക്റ്റ് പറഞ്ഞു പോയത്. അപ്പം നോക്കി തെറ്റിപ്പോകരുത്. കാണുമ്പോഴത്തേക്ക് എല്ലാം ഒരുപോലെ തന്നെ തോന്നും. പക്ഷേ കൺഫ്യൂഷനൊന്നും വേണ്ട. ഒന്ന് മനസ്സിരുത്തി എന്ത് ചെയ്യുക? വളരെ കൂളായിട്ട് വായിച്ച് നോക്കുക. അടുത്ത ചോദ്യം, when children start using language to ask about things, events and phenomena around them, which of the following functions of language is used more than the others? ചിൽഡ്രൻ ലാംഗ്വേജ് ഉപയോഗിക്കാൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും? കാര്യങ്ങൾ ചോദിക്കും. ഭാഷയിൽ ആ ഒരു കോമ്പിറ്റൻസി കിട്ടുമ്പോഴത്തേക്ക് കുട്ടികൾ എന്ത് ചെയ്യും? പതുക്കെ കാര്യങ്ങൾ ചോദിച്ച് തുടങ്ങും. സാധനങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ഈവൻസിനെ കുറിച്ച്, അല്ലെങ്കിൽ ഫിനോമിനൻസിനെ കുറിച്ച്. എന്താ മഴ പെയ്യുന്നത്? എന്താണ് ഇടി വെട്ടുന്നത്? അതെന്താണ് അങ്ങനെ? ഇതെന്താണ് ഇങ്ങനെയെന്ന് ചെറിയ കുട്ടികൾ ചോദിക്കുന്ന നമുക്കറിയാലേ. അവിടെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫങ്ഷൻ ഓഫ് ലാംഗ്വേജ് ഈസ് യൂസ്ഡ് മോർ ദാൻ അതേഴ്സ്? ലാംഗ്വേജിൻ്റെ ഏത് ഫങ്ഷനാണ് അവിടെ ഉപയോഗിക്കുന്നതെന്നാണ് ചോദ്യം. ഇൻഫോർമേറ്റീവ്, ഹ്യൂറിസ്റ്റിക്, ഇമാജിനേറ്റീവ്, റെഗുലേറ്ററി. അപ്പോൾ ഇത്തരത്തിൽ ഓരോ കാര്യങ്ങളെക്കുറിച്ചും ഇങ്ങനെ ചോദിച്ചുകൊണ്ട് അപ്പോൾ ലാംഗ്വേജിൽ ആ ഒരു ലാംഗ്വേജ് ഉപയോഗിക്കാൻ പഠിക്കുമ്പോഴാണ് കുട്ടികൾ ചോദിച്ചു തുടങ്ങുന്നത്. അപ്പോൾ അതിനെ എന്താണ് നമ്മൾ പറയുക? ആ ഒരു ഫംഗ്ഷനെ പറയുന്നത് എന്താണ്? ഹ്യൂറിസ്റ്റിക് ഫംഗ്ഷൻ എന്നാണ് പറയുക. അടുത്ത ചോദ്യം, which of the following features of human language enables human to talk about things which are not present in the immediate time and space? നമ്മൾ ലാംഗ്വേജ് എന്നുള്ളൊരു കാര്യം എടുക്കുമ്പോൾ ഹ്യൂമൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ ആനിമൽ കമ്മ്യൂണിക്കേഷനിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തപ്പെടുന്നു എന്ന് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ കുറേ പോയിന്റുകൾ നമ്മൾ പഠിക്കും. അപ്പോൾ ആ പോയിന്റുകളിൽ ഒരു കാര്യമാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. എന്താണ് ചോദിച്ചേക്കുന്ന കാര്യം? Human language enables human to talk about things which are not present in the immediate time and space. ഇപ്പോൾ ആനിമൽ കമ്മ്യൂണിക്കേഷനിലാണെങ്കിലും മൃഗങ്ങൾക്ക് തമ്മിൽ പറയാൻ പറ്റും, ഞാൻ അവിടെ പോയ സമയത്ത് ഇങ്ങനെ ഒരാളെ കണ്ടു എന്ന് ആനിമൽസിന് പറയാൻ പറ്റുമോ? പറ്റില്ല. അവർക്ക് അവിടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ചുറ്റുമുള്ള ബാക്ക്ഗ്രൗണ്ടിലുള്ള കാര്യങ്ങളെ പറയാൻ പറ്റും. എന്നാൽ നമ്മുടെ ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ എടുക്കുമ്പോഴോ നമുക്ക് പറയാലോ എന്താണ് ഇമ്മീഡിയറ്റ് ടൈം ആൻഡ് സ്പേസ്. നമ്മൾ ഇപ്പം നിൽക്കുന്ന ടൈമിലല്ല, ഇപ്പം നിൽക്കുന്ന സ്പേസിലല്ല, അങ്ങനെയുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് പറയാനായിട്ട് പോസിബിളാണ്. ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള സംഗതി എന്താണ് പറയുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: സ്ട്രക്ചർ ഡിപ്പെൻഡൻസ്, ഡിസ്ക്രീറ്റ്നെസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, ആർബിട്രറിനെസ്. അപ്പോൾ നോക്കി, നമ്മുടെ അടുത്ത് തന്നെ ഇല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ അതിനെ എന്താ പറയുകയെന്നറിയോ? ഡിസ്പ്ലേസ്മെൻ്റ് എന്നാണ് പറയുക. അതുപോലെ തന്നെ സ്ഥിരം ചോദിക്കുന്നതാണ് ആർബിട്രറിനെസ്. എന്താണ് ഈ ആർബിട്രറിനെസ്? നമ്മൾ പറയുന്ന വാക്കും ആ ഒരു ശബ്ദം ഒരു വാക്കും ഉണ്ടല്ലോ, അതിൻ്റെ യഥാർത്ഥ അർത്ഥവും തമ്മിൽ ഡയറക്റ്റ് ആയിട്ടൊരു ബന്ധവുമില്ല. സിമ്പിളൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. സ്കൈ, ആകാശം. അപ്പോൾ നോക്കിക്കേ, നമ്മൾ സ്കൈ എന്ന് പറയുന്ന 3 ലെറ്ററുള്ള ചെറിയൊരു വാക്ക്, പക്ഷെ അത് സൂചിപ്പിക്കുന്ന എന്താ? വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു ഐഡിയ ആണല്ലേ. ഈ സ്കൈ എന്നുള്ള വാക്കിനും ആ ഒരു ശബ്ദത്തിനും അത് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഇമേജിനും തമ്മിൽ ഡയറക്റ്റായിട്ട് ബന്ധമുണ്ടോ? ഇല്ല. അങ്ങനെ ബന്ധമില്ലാതിരിക്കുന്നതിനെയാണ് ആർബിട്രറിനെസ് എന്ന് പറയുക. ചില സമയത്ത് എന്താണ് ബന്ധം ഉണ്ടാകും, അതിനെ നമ്മൾ ഓണമറ്റോപോയിക് വേർഡ്സ് എന്ന് പറയും. കുക്കു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ കുക്കു എന്നൊക്കെ പറയുന്ന ടേം എങ്ങനെയാണ്? അത് ഓണമറ്റോപോയിക് വേർഡ്സ് ആണ്. അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകണം.
അപ്പോൾ ഈ 2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, മാറിപ്പോകല്. ഇവിടെ നമ്മൾ എന്താ ഉദ്ദേശിച്ചത്? ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഉത്തരം വരിക. പിന്നെ സ്ഥിരം ചോദിക്കുന്ന ഒരു സംഗതിയാണ് ആർബിട്രറിനെസ്, അപ്പോൾ അതും കൂടെ ഒന്ന് സൂചിപ്പിച്ചു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്കിൽസ് ഈസ് നോട്ട് കൺസിഡർഡ് ആസ് എ മാർക്ക് ഓഫ് റീഡിംഗ് വിത്ത് കോംപ്രിഹെൻഷൻ? റീഡിംഗ് വിത്ത് കോംപ്രിഹെൻഷനുമായിട്ട് ബന്ധമില്ലാത്തത് ഈ കൂട്ടത്തിൽ ഏതാണ്? ശ്രദ്ധിച്ചോണേ, ബന്ധമുള്ളതാണോ ഇല്ലാത്തതാണോ ചോദിക്കുന്നതിന് കൃത്യമായിട്ട് നോക്കിക്കോണം. OMR ഷീറ്റാണ്, മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരുത്താനൊരു അവസരമില്ല. അപ്പോൾ ഒന്നും കൂടെ നോക്കി ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ആൻസർ ചെയ്യുക. Organizing and assessing the sequence of events or ideas, mentally summarizing the text read till now, focusing on individual letters or alphabets, anticipating the content ahead. അപ്പോൾ എന്തായിരിക്കും? തീർച്ചയായിട്ടും വായിക്കുന്ന സമയത്ത് എന്താവശ്യമില്ല? ഫോക്കസിങ് ഓൺ ഇൻഡിവിജ്വൽ ലെറ്റേഴ്സ് ആൻഡ് ആൽഫബറ്റ്സ്. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ ലെറ്ററിലും ആൽഫബറ്റിലും നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. നമ്മളെ വേർഡ്സിലും മീനിങ്ങിലോട്ടുമാണ് ശ്രദ്ധ കൊടുത്ത് പോകുന്നത്. അല്ലാതെ ഓരോ അക്ഷരവും പറക്കി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ? ഒരിക്കലും ഇല്ല. അതേപോലെ ഈ ഐഡിയാസ് ഓർഗനൈസ് ചെയ്യാനും അസസ് ചെയ്യാനും സീക്വൻസ് എങ്ങനെയായിരിക്കും വരുന്നതെന്നൊക്കെ തീർച്ചയായിട്ടും കോമ്പ്രിഹെൻഷനിൽ ഉപയോഗിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഇതുവരെ വായിച്ചത് എന്താ എന്ന് മെൻ്റലി ഒന്ന് സമ്മറൈസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ എന്താണ് ഇനി എന്തായിരിക്കും വരുന്നതെന്ന് നമ്മൾ ഗസ് ചെയ്യാറുണ്ട്. അതൊക്കെ വരും. പക്ഷേ ഓരോ ലെറ്ററും ഓരോ ആൽഫബറ്റും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 5 ചോദ്യങ്ങൾ. എത്ര ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്താൻ സാധിച്ചു എന്ന് തീർച്ചയായും കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഓൾ.